ദീനൂർ വേണുഗോപാൽ, NCPയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പാലക്കാപ്പറമ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ട്രസ്റ്റിൻ്റെ. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രം, ഈ ഗോപൻ സ്വാമി സ്ഥാപിച്ച ഈ ക്ഷേത്രം ഷഡാധാര പ്രതിഷ്ഠയാണ്. അത് നമ്മുടെ അതിൻ്റെ ചുറ്റും ഇടനാഴിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത്. വളരെ വലിയ കണക്കുകളോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷഡാധാര പ്രകാരമാണ് അവിടെ ഒരു നമസ്കാര മണ്ഡപം പണിഞ്ഞിട്ടുള്ളത്. അതായത് ഷഡാധാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമിക്കടിയിലെ ജലസ്രോതസ് കണ്ടെത്തി അതിൽ നിന്നും ഈ ചെമ്പ് പൈപ്പ് മുകളിലോട്ട് കൊടുത്ത് ജലം അതിനകത്തൂടെ പ്രവഹിച്ച് മേളിൽ നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടം വരെ എത്തിച്ച് അങ്ങനെ നമസ്കാര മണ്ഡപം പണിതിരിക്കുകയാണ്. വളരെ വിരളമായ രീതിയിൽ, പലയിടത്തും നമ്മൾ കാണാത്ത രീതിയിൽ വളരെ വിരളമാണ് ഇത്തരത്തിലുള്ള ഒരു നമസ്കാര മണ്ഡപം. പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. കാരണം സാമ്പത്തികം തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ നാലമ്പലം ചുറ്റുമതിൽ പണിത ആ സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇളയ മരുമകളുടെ കെട്ടുതാലി വരെ പണയം വെച്ചും വിറ്റുമൊക്കെയാണ് അത് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇന്ന് വരെ ആരും പറയാത്ത, അതായത് വീട്ടുകാരോ മക്കളോ കുടുംബക്കാരോ ഭാര്യയോ ആരും തന്നെ പറയാത്തൊരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ചുറ്റുമതിലിൻ്റെ തൊട്ട് ചേർന്ന്, കാര്യം നേരത്തെ ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഇതെല്ലാം ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ മുറിക്കകത്താണ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. അപ്പം അതിന് തൊട്ടടുത്തായി ഒരു 7 അടി നീളത്തിൽ 3.5 അടി വീതിയിൽ 10 അടി താഴ്ചയിൽ ഒരു കുഴിയുണ്ടായിരുന്നു. ഈ കുഴിക്കുള്ളിലാണ് ഇദ്ദേഹം, അവിടെ സിമൻ്റ് ഇട്ട കുഴിയാണ്, ഈ കുഴിക്കുള്ളിലാണ് പടിയുണ്ടായിരുന്നു. ഈ കുഴിക്കുള്ളിലാണ് ഇദ്ദേഹം വിശ്രമിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്നതൊക്കെ ഈ കുഴിക്കുള്ളിലാണ്. ഇന്ന് വരെ ആരും പറയാത്തൊരു രഹസ്യമാണ്. ഇത് ആരെങ്കിലും നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും തെളിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, തെളിയിക്കുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആണ് അദ്ദേഹം ആ കുഴിക്കുള്ളിൽ കിടന്നുറങ്ങിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് പറഞ്ഞു വരാൻ കാരണം അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കാനാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കാര്യം, കുറേ കാര്യങ്ങൾ അറിയാവുന്നുള്ളൊരു മനുഷ്യനായിരുന്നു. കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ചൈതന്യത്തിൻ്റെ ഒരിതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരിതോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഇങ്ങനെ ഒരു സമാധി, കാര്യം നാട്ടുകാർ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും കാര്യം വിവരമുള്ളൊരു മനുഷ്യൻ, കാര്യം ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യൻ, കാര്യം വളരെ പ്രയാസപ്പെട്ട് ഇത്തരത്തിലൊരു ക്ഷേത്രം പണിഞ്ഞു. അദ്ദേഹത്തിന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ അത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ മക്കൾ തയ്യാറായില്ല എന്നുള്ളത് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് എല്ലാവരെയും വിളിച്ചൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അച്ഛൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, സമാധിയാവുന്ന സമയത്ത് ആരെയും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ മാറിപ്പോവും, അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്താമായിരുന്നു, ആർക്കും ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാവുമായിരുന്നില്ല. അതില്ലാതെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത്
എന്താണ് സംഭവിച്ചത്? കാര്യം ഹിന്ദു സംഘടനകളും നാട്ടുകാരിൽ പലരുമൊക്കെ ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഇതൊരു മഹാക്ഷേത്രമായി മാറുന്നതിനുള്ള സംവിധാനം, അദ്ദേഹത്തിൻ്റെ മഹാസമാധി ആക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായി. അത് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് വലിയ ഒരു മഹാക്ഷേത്രമായി മാറുമെന്ന് പലയിടത്തും പറഞ്ഞതായിട്ട് എനിക്കറിവുണ്ട്. ഇദ്ദേഹം വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഗുഹ എന്ന് തന്നെ പറയാം. അതിന് കാര്യം 10 അടി താഴ്ച ഉണ്ടായിരുന്ന ഒരു നീളത്തിന് എടുത്തുന്ന 7 അടി നീളവും 3.5 അടി വീതിയുമുള്ള ഒരു 10 അടി താഴ്ചയുള്ള ഒരു ഗുഹയായിരുന്നു. അതിലാണ് ഇദ്ദേഹം വിശ്രമിച്ചിരുന്നത്. വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ ഗുഹ ഇന്ന് മൂടപ്പെട്ട നിലയിലാണ്. അത് മൂടാനുള്ള ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അത് മൂടാനുള്ള കാര്യം, ഇപ്പം ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് ആ ഗുഹ അവിടെ കാണുന്നില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് മൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചുറ്റുമതിൽ വന്നത് ഇതിൻ്റെ സൈഡിലാണ്. അപ്പോൾ അങ്ങനെ ചുറ്റുമതിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഗുഹ അവിടെ തെളിച്ചിടുന്നത് ഒരു കരണീയമല്ലാന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഈ ഗുഹ മൂടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന് വീടുമില്ലായിരുന്നു. രണ്ടാമതാണ് വീട് വന്നത്. അപ്പം വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ഗുഹ. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് ഇത്രയും വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ക്ഷേത്രം എന്തായാലും മഹാക്ഷേത്രമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ലോകമറിഞ്ഞല്ലോ. ഈ ലോകം അറിഞ്ഞു. നേരത്തെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പലയിടത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മഹാക്ഷേത്രമായി തന്നെ. കാര്യം കണക്കോടുകൂടിയാണ് ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. കണക്കിൽ പിഴവില്ല, കണക്കോടുകൂടിയാണ് ക്ഷേത്രം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായാലും ശരി, ഇന്നലെ നാളെ ആയാലും ഇതൊരു മഹാക്ഷേത്രമായി മാറും എന്നുള്ളത് സംശയം.